അയ്യോ ദൈവമേ, ആരും കണ്ട് മുതലാളി കാണും. എന്തോ കയ്യില് എന്തോ ഇത് മുതലാളി? അത് അവിടെ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഭരണി കിട്ടിയ. നോക്കട്ടെ വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ടോന്നോ? ഞാൻ ഇല്ല, അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടെ കുഴിച്ചതല്ലയോ? മുതലാളിന്റെ ജോലി കുറിച്ച് ശരിയാണ്. ഞാനല്ലോ എന്റെ ശരീരം കൊണ്ടല്ല, എന്റെ കൈ കൊണ്ടല്ല കുടിച്ചത്. എനിക്കുള്ള ഇത് എനിക്ക് എന്റെ പുരയിടം അല്ലേ, തന്നേര്. അങ്ങനെ കൊടുക്കുന്നില്ല സാറിന്റെ പുര. ഞാനല്ലേ സാറേ ഇവിടെ ജോലി ചെയ്തത്. ജോലിക്ക് സാർ എന്നെ വിളിച്ചോ, മുതലാളി എന്നെ വിളിച്ചോണ്ടല്ലേ വന്നത്. അതിനെന്താ? ഇത് എന്റെ പുരയിടത്തിലേ അല്ലേ? സാറിന്റെ പുരയിടത്തിലാണ് സാറ്. മുതലാളി എന്നെ ജോലിക്ക് വിളിച്ചോണ്ടല്ലേ മുതലാളി ഞാൻ അവിടെ കളച്ചപ്പോഴത്തേക്കല്ലേ ഇത് തെങ്ങ് കുഴിച്ചു വെക്കാൻ വേണ്ടി ഞാൻ അത് കുഴിച്ചപ്പോഴത്തേക്കല്ലേ എനിക്കിത് കിട്ടിയത്. കിട്ടി. ഇതിനകത്തുള്ള ഇത് എനിക്കുള്ളതാ. അതെങ്ങനെയാ മുതലാളി? അത് ശരിയാകത്തില്ല മുതലാളി. ഇത് എനിക്കുള്ളതാ. ഞാൻ എനിക്ക് എന്നിട്ട് എനിക്ക് പിന്നെ കല്യാണത്തിന് എനിക്ക് പോകണം. ഉച്ച കഴിഞ്ഞിട്ട് എന്തോ കല്യാണോ? തുണി നനയ്ക്കണം, പിള്ളേരെ വിളിക്കുകയൊക്കെ ചെയ്യണം. അത് ഞാൻ എന്നിട്ട് പോവും. എന്തോ മുതലാളി, ഇത് എനിക്ക് കിട്ടിയല്ലേ മുതലാളി? മുതലാളിയുടെ പറമ്പാണ്. ശരി, ഞാൻ തെങ്ങിന് തളവെടുത്തപ്പം കിട്ടിയതല്ലേ, ഇത് എനിക്കുള്ളതല്ലേ? ഇവന് എന്തോ പറഞ്ഞോ, ഞാനൊന്ന് വശത്താക്കുന്നേ. ഞാൻ പോവാ മുതലാളി. എനിക്ക് അല്ല ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 10,000 രൂപ അങ്ങോട്ട് തരാം. ആണോ? ഇല്ല മുതലാളി, എനിക്ക് ഭ്രാന്താണ് മുതലാളി. 10,000 രൂപയ്ക്ക് ഇത് തരാം. ഇത് എന്നാ വെയിറ്റ് ആണെന്ന് അറിയാത്? സാധനം എന്തെന്ന് അറിയാത്? അത് സ്വർണ്ണമോ വൈരവോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആയിരിക്കും. 10,000 രൂപയ്ക്ക് തരാൻ ഞാൻ മണ്ടനാണോ മുതലാളി? എന്തോ പറയുന്നത്? അപ്പൊ പിന്നെ ഒരു 5 കൂടെ. അത് മതി 5 മതി. ഞാൻ ഇല്ല മുതലാളി, ഒരു കാര്യം ഞാൻ പറയാം. 1.5 ലക്ഷം രൂപ തരാമെങ്കിൽ ഇപ്പൊ തരാമെങ്കിൽ ഞാൻ എന്താ ഇതിനകത്ത് സാധനം എന്നാ വെയിറ്റ് ആണെന്ന് അറിയരുത്. അങ്ങനെയല്ല, പൈസ തന്നാലേ ഞാൻ തരത്തുള്ളൂ, തൊഴിപ്പിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ ഒരു 10,000 രൂപയുണ്ട്, അത് ക്യാഷായിട്ട് അങ്ങോട്ട് തരാം. ഒരു 50,000 കൂടെ. അത് പറ്റത്തില്ല മുതലാളി. 1.5 ലക്ഷം രൂപ ഗൂഗിൾ പേ ഇല്ലേ മുതലാളി? എനിക്കും ഗൂഗിൾ പേ ഉണ്ട്. അതിലോട്ടും കയറ്റി വിടും. 4 വർഷം കയറ്റി വിട്ടാൽ മതി. നിക്ക സമയം എനിക്ക് പിള്ളേരെ വിളിക്കാൻ പോണം, കല്യാണത്തിന് പോണം, തുണി അടക്കണം. ഉറപ്പാണോ? നിക്ക സമയമില്ല, പെട്ടെന്നാട്ടെ. മുതലാളി നടക്കത്തില്ല. ഞാനിത് മുതലാളി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 1.5 ലക്ഷം രൂപ ഗൂഗിൾ പേ ഉണ്ടോ മുതലാളിക്ക്? എനിക്കും ഉണ്ട് ഗൂഗിൾ പേ. ഒരു 4 പ്രാവശ്യം അങ്ങോട്ട് അയച്ചാൽ മതി. 1.5 ലക്ഷം ആവും. നമ്പർ എനിക്കറിയാം. എന്നിട്ട് ഞാനിത് തുടിപ്പിക്കത്തുള്ളൂ. എന്റെ എടുക്കാൻ കാര്യം പറമ്പ് ശരിയാണ്. അപ്പോഴേ ഇതിലോട്ട് ഞാൻ ഒരു ആദ്യം കുറച്ച് അയക്കുക, 50 അയക്കുക. വന്നു നോക്കി. അടുത്ത അയക്കാൻ പോവാ. അയക്കട്ടെ. 2 വർഷം അയക്കണം സാറേ. കിട്ടിയോ? സാറേ ഒരു ചിരിയാ. ഇപ്പൊ മുഴുവൻ ആയോ നോക്കേ? ആയോ? 1.5 ആയി. അല്ലേ? 1.5 ആയി. സാറേ എനിക്ക് തുണി നനയ്ക്കാൻ പോകണം. പോയി തുണി നനയ്ക്കാം. പോയി ആരോടും പറയല്ലേ സാറേ. ഇനി ഇത് കിട്ടിയ കാര്യം നീ ആരോടും പറയല്ലേ. ആരോട് പറയുന്നത് സാറേ? എനിക്ക് ഞാൻ വിൽക്കാൻ പോകുമ്പോ ജയിലിലാവും. സാറിന് ഗുണമുള്ളതെന്ന് ഞാൻ പറയൂ സാറേ? എങ്ങനെ സാർ 1.5 ലക്ഷം എനിക്ക് തന്നില്ലേ? ഞാൻ അങ്ങനെ പറയൂ സാറേ? ഞാനങ്ങനെ പറഞ്ഞു. തുണി നനയ്ക്കാൻ പോക്കോ? അതാണ് പോവാ. 1.5 ലക്ഷം രൂപ കൊടുത്ത് അവനെ പറ്റിച്ചു വിട്ടേക്കുക. ഈ ലോകത്തുള്ളതിന്റെ വില അവൻ അറിയാമോ? 19 ലക്ഷം രൂപ കിട്ടുന്ന സാധനം ഇതിനകത്ത്. കിട്ടി നിധി കിട്ടി.
കിട്ടി സതീശണ്ണാ, ഞാനാ നാളെ തെങ്ങിന് വീടെടുക്കാൻ അങ്ങോട്ട് വരുന്നുള്ളൂ ഞാൻ. അവർ മിക്കവാറും 11 കാണത്തുള്ളൂ. അല്ലല്ല. ഓ ശരി ശരി, നാളെ എത്തേക്കാം, ഉറപ്പായിട്ടും എത്തേക്കാവുന്നു. ഓ ശരി. ഇനി ഇത് വെച്ചുള്ള പരിപാടി നാളെ സതീശന്റെ വീട്ടില. അവിടെ 1.5, ഇവിടെ 1.5, 1.5, 1.5, 3. നല്ല ലാഭമുള്ള പരിപാടിയല്ലേ.